ഹലോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് റെഡിയായിട്ട് ഒരു വയറ്റ് പൊങ്കാലയ്ക്കാണ് പോകുന്നത്. വയറ്റ് പൊങ്കാല എന്താണെന്ന് വെച്ചാൽ 7-ാം മാസം ഗർഭിണീനെ പലഹാരമൊക്കെ 7 കൂട്ടം പലഹാരമൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് വന്നിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന ചടങ്ങ് കേട്ടോ. അപ്പോൾ റോയ്ച്ചൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ചിപ്പി എന്ന് പറയുന്ന കുട്ടിയുടെ ഫംഗ്ഷനാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ചിപ്പീനെ ഇതുവരെ പ്രഗ്നൻ്റായിട്ട് കാണാൻ പോയില്ലായിരുന്നു. അപ്പം ഇന്നെന്തായാലും അവിടെ പലഹാരത്തിൻ്റെ കളിയായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കല്യാണി വന്ന് അതൊക്കെ വാങ്ങി നമ്മൾ അങ്ങോട്ടേക്ക് പോയി കേട്ടോ. അപ്പം ചിപ്പിയുടെ വീട്ടിൽ നിന്ന് എല്ലാവരുമൊക്കെ വന്നായിരുന്നു. അപ്പോൾ ഈ സ്വന്തം വീട്ടിൽ നിന്ന്, അതായത് ഗർഭിണിയായ പെണ്ണിൻ്റെ സ്വന്തം വീട്ടിൽ നിന്ന് 7 കൂട്ടം പലഹാരമായിട്ട് 7-ാം മാസം വിളിച്ചുകൊണ്ട് പോകാൻ വരും. അതാണ് ചടങ്ങ് കേട്ടോ. അതിന് ഞങ്ങൾ വയറ്റ് പൊങ്കാല എന്നാണ് പറയുന്നത്. അതേപോലെ വെളുപ്പിനെ പൊങ്കാല ഇടും കേട്ടോ ഒന്ന്. അപ്പം നിങ്ങളവിടെയൊക്കെ എന്താ ഈ ചടങ്ങിന് പറയുന്നതെന്ന് പറയണേ പേര്. അങ്ങനെ മധുരമൊക്കെ കൊടുക്കാൻ തുടങ്ങി. അച്ചപ്പം, മുറുക്ക്, അലുവ, വെട്ട് കേക്ക്, ബോളി, നെയ്യപ്പം ഇതൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പം എൻ്റെ ഇതിനാണെങ്കിൽ ഞങ്ങൾ വളയും കൂടി ഇടുന്ന ചടങ്ങുണ്ടായിരുന്നു കേട്ടോ. വളകാപ്പ് പോലെ അങ്ങനെയാണ് നടത്തിയത് കേട്ടോ. അങ്ങനെ അച്ഛനും അമ്മയും എല്ലാവരും 2 പേർക്കും മധുരമൊക്കെ കൊടുത്ത് കണ്ടോ, ഇതൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ പലഹാരം എല്ലാം പെണ്ണിനും ചെറുക്കനും ഒരുമിച്ചിരുത്തി കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമുക്കവിടെ ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിതു റോയ്ച്ചനും കൂടെ ജ്യൂസൊക്കെ കുടിക്കുക. കോഴീനെ വളർത്തുന്നുണ്ട് അവർ. അപ്പോൾ അവിടെ പോയി അതിനെയൊക്കെ കണ്ട് ജ്യൂസൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞാനും ചിപ്പിയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇത് ചിപ്പിയുടെ ഫ്രണ്ട്സും കസിൻസൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അവരുമായിട്ടൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇവരോടും അകത്ത് വിളിച്ചിരുത്തിയിട്ട് വയറ്റി പിടി ഇങ്ങനെ ഒരു ഫോട്ടോ ഷൂട്ടുമല്ല, ചുമ്മാ വീഡിയോ ഇങ്ങനെ എടുപ്പിച്ചു കേട്ടോ. 2 പേർക്കും ഇച്ചിരി നാണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ സെൽഫിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോഴേ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പിന്നെ ഇരുന്നോളാമെന്ന് പറഞ്ഞ് ചുമ്മാ അവിടെയൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് കേട്ടോ. അപ്പോൾ റിതുവിനെ ഇതിൻ്റെ അവിടെ കൊണ്ടുപോയി ഫോട്ടോ ഒക്കെ വേണ്ട, അത് ഈ മുള്ളുണ്ടെന്ന് പറഞ്ഞ് അവൾ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഇങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് കേട്ടോ. അതുകഴിഞ്ഞ് ചിപ്പിയുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൻ്റെ ഓപ്പോസിറ്റ് ഒരു വീടാട്ടോ. അവിടെ ആമ്പലല്ലേ ഇതിന് പറയുന്നത്, ആമ്പലുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു കുഞ്ഞു ടപ്പിൽ ആമ്പൽ അവർ വളർത്തി. അപ്പോൾ റിതു അതൊക്കെ പോയി തൊട്ട് നോക്കുന്നു, മണപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മണപ്പിക്കണ്ടെന്ന് കേട്ടോ. അപ്പോൾ ആ വീട്ടിലെ ബബ്ബുവാണ്, ഇത് പട്ടിയാണ്. അയ്യോ എന്ത് പാവമെന്നറിയോ, അത്ര പേരവിടെ കൂടി ഇരുന്നിട്ട് ഇവ അനങ്ങാതിരിക്കുക. എനിക്ക് ഇവനെ കണ്ടപ്പോൾ CID മൂസയിലെ അർജുനായിട്ടോ ഓർമ്മ വന്നത്. അങ്ങനെ റിതു റോയ്ച്ചനും പോയി തടവിയെ സ്നേഹിക്കുകയൊക്കെ ചെയ്യും. എന്ത് പാവം പട്ടിയാണെന്നറിയോ, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. നല്ല പട്ടിയായിരുന്നു കേട്ടോ. റിതുവിനാണെങ്കിൽ അങ്ങ് ഭയങ്കര സ്നേഹമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു പട്ടിയെ കാണുന്നത്. അവൻ നല്ല ക്യൂട്ടായിരുന്നു, ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ചിരിച്ചാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ തോന്നി. ഭയങ്കര പാവമായിരുന്നു. എന്തായാലും നല്ലൊരു പട്ടിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടു കേട്ടോ. അത് കഴിഞ്ഞ് റിതു ആണെങ്കിൽ അവിടെയും വാവകളൊക്കെ ഉള്ളതായിരുന്നെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അവർ സൈക്കിള് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റിതു പറഞ്ഞ് നമുക്ക് ചുമ്മാ അത് ചവിട്ടാന്നൊക്കെ പറഞ്ഞ് റിതുവിന് റോയ്ച്ചന് ഇതുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ സൈക്കിൾ, ഇതിനെന്തോ പറയുന്നത്, ഹെർക്കുലീസ് സൈക്കിൾ എന്നാണ്, മറ്റേ വലിയ സൈക്കിള് അതുണ്ടായിരുന്നു. പിന്നെ റിതുവിൻ്റെ അളവിലുള്ള സൈക്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ റിതു അതിൻ്റെ അകത്തൊക്കെ കയറി ഇങ്ങനെ നോക്കാം. അപ്പോൾ റിതു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിറകെ ബബ്ബോ ഉണ്ട്. അപ്പോൾ ഡാഡി പറയുന്നത് ബബ്ബോനെ നമ്മൾ തടവിയില്ല, അതൊന്നും ചെയ്യത്തില്ല, പാവം ബബ്ബോവാന്ന് പറഞ്ഞ്. എനിക്ക് ആ ബബ്ബോനെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല ബബ്ബോവായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നൊക്കെ ഇറങ്ങി റിതു ഈ കൊച്ചു സൈക്കിളിൽ കയറി ഒരു ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ, അതിൽ കയറിയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെന്താ റിതുവിനെ ഒന്ന് ചെറുതായിട്ട്, റിതുവിന് അതിൽ കാലെത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചുമ്മാ അവളതിൽ ഒന്ന് ഓടിപ്പിച്ചൊക്കെ റോയ്ച്ച നോക്കി കേട്ടോ. റിതുവിനാണെങ്കിൽ അതിൽ വലുതായിട്ട് കാലെത്തുന്നില്ലായിരുന്നു. പക്ഷേ റോയ്ച്ച ഇങ്ങനെ എന്തോ പറയുന്നത് അതിൽ പിടിച്ച് ചവിട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഇവർക്ക് അതിൽ നിന്ന് ഇറങ്ങണ്ട. അപ്പോൾ റോയ്ച്ചൻ പറഞ്ഞ് റിതുവിന് ബർത്ത്ഡേ ആകുമ്പോഴത്തേക്ക് ഡാഡി ഇങ്ങനത്തെ സൈക്കിൾ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഊഞ്ഞാൽ ടൈപ്പ് അതുണ്ടായിരുന്നു അവിടെ കേട്ടോ. അതിൽ അവർക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മൾ ബബ്ബോവിനോടൊക്കെ ടാറ്റയൊക്കെ പറഞ്ഞിതാ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നു.
നല്ല ഊണായിരുന്നു കേട്ടോ. അങ്ങനെ റിതു റോയിച്ചനും കൂടെ ഒരു ഇലയിൽ നിന്ന് കഴിച്ചു, ഞാൻ ഒരു ഇലയിൽ നിന്ന് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഈ വീട്ടിൽ വരുന്നവർക്കും നമ്മൾ ഈ പലഹാരം കൊടുക്കും കേട്ടോ. 7 കൂട്ടത്തിൽ നിന്ന് ഓരോന്ന് വെച്ച് ഒരു കവറിലാക്കി കൊടുക്കും. അങ്ങനെ അതൊക്കെ വാങ്ങി. അപ്പോൾ അതാ ചിപ്പിക്ക് ഇറങ്ങാൻ സമയമായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോകണമല്ലോ, അപ്പം ചിപ്പി ഇറങ്ങാം. അപ്പോൾ ഇത് അമ്മായിയമ്മയുടെ നിന്ന് നെയ്യും പിന്നെന്ത് എണ്ണ അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് തിരിഞ്ഞ് നോക്കാതെ ഇറങ്ങണമെന്നാണ് നമ്മളിവിടുത്തേക്കൊരു എന്ത് പറയുന്നു ആചാരമെന്ന് പറയാം. അങ്ങനെ തിരിഞ്ഞു നോക്കരുത്. ഇത് വാങ്ങി പിന്നെ നേരെ കാറിൽ കയറി പോകണം, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പോവില്ല കൊണ്ടാക്കാൻ, ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും കൊണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇതാ ചിപ്പി വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി. അപ്പോൾ നമ്മൾ എല്ലാവരും പണ്ടെന്ന് വെച്ചാൽ ഈ 7-ാം മാസം വിളിച്ചുകൊണ്ട് പോയാൽ പിന്നെ പ്രസവിച്ച് 3 മാസം കഴിഞ്ഞ് തിരിച്ച് വരത്തോളം എന്നാണ്. പക്ഷേ ഇപ്പം ഞാനൊക്കെ അങ്ങനെയായിരുന്നു. പോയി 2 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ തിരിച്ച് വരും കേട്ടോ. പിന്നെ പ്രസവത്തിനും കുഞ്ഞിനെ വളർത്താനും എല്ലാം നമ്മളെ ഹസ്ബൻഡും കൂടെ നിൽക്കും നമുക്ക്. പണ്ടാണ് ഇങ്ങനെ ഹസ്ബൻഡിനൊന്നും കൂടെ നിർത്തിക്കൂടാതൊക്കെ കേട്ടോ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇത് കേട്ട് ആരും എന്നെ ട്രോളാൻ വരല്ലേ. ഞങ്ങൾ ഇപ്പം അങ്ങനെയാണ്. അതായത് ഹസ്ബൻഡും വൈഫും കൂടെ തന്നെ ഒരുമിച്ച് കുഞ്ഞിനെ വളർത്തണമെന്നാണല്ലോ. അങ്ങനെ ചിപ്പി കാറിൽ കയറിപ്പോയി. അപ്പം ഞങ്ങളും അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിമുക്കി എപ്പോഴും നമ്മൾ ഉള്ളി വാങ്ങാൻ വരുന്ന കടയിൽ വന്ന് സവാള, കൊച്ചുള്ളി, കിഴങ്ങ് അങ്ങനെ എല്ലാം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇത്തവണ സവാള 4 കിലോ ആയിരുന്നേ 100 രൂപ. അങ്ങനെ മധുരക്കിഴങ്ങ്, തക്കാളി എല്ലാം വാങ്ങിച്ചു. അപ്പം എൻ്റെ വീട്ടിൻ്റെ നെയ്ബറാണ് ടെൽമാൻറ്റിയൊക്കെ പള്ളിയിൽ പോയിട്ട് ആ വഴി വന്നപ്പോൾ അവർ ഇവിടുന്ന് വാങ്ങുന്നത്. അങ്ങനെ ടെൽമാൻറ്റിനെയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് തൊട്ട് ചേർന്ന് തന്നെ തണ്ണിമത്തൻ കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തണ്ണിമത്തൻ ഞങ്ങളെല്ലാവരും തണ്ണിമത്തനൊക്കെ വാങ്ങി വീട്ടിലേക്ക് പോന്നു. ടാറ്റാ, ബൈ.